ഇന്ത്യയിലെ MP-മാരുടെ നിലവിലുള്ള സാലറി കൂട്ടിക്കൊണ്ട് ഉത്തരവിറങ്ങി. എത്രയാണ് കൂടിയത്, ഇതിനു മുമ്പ് എത്രയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് ഫാസ്റ്റായിട്ടൊന്ന് പരിശോധിക്കാം. 24% സാലറി ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് 1 ലക്ഷം രൂപയായിരുന്നു സാലറി. ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം 1,24,000 രൂപയാണ് ഇനി സാലറി ഉണ്ടാകുക. അതേപോലെ തന്നെ പെൻഷൻ ഇതിനു മുമ്പ് 25,000 രൂപയായിരുന്നു, അത് 31,000 രൂപയായിട്ട് കൂടി, അതായത് 24%. അതേപോലെ തന്നെ ഡെയിലി അലവൻസ് 2,000 ആയിരുന്നു ഇതിനു മുമ്പ്, അത് 2,500 ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ പെൻഷൻ പ്രൊവിഷനും ഉണ്ട്. അതായത് അവരുടെ ഇനീഷ്യൽ പീരീഡിന് ശേഷം, അതായത് 5 വർഷത്തിന് ശേഷം പിന്നീട് ഉള്ള ഓരോ സർവീസിനും ഓരോ വർഷത്തേക്കും 2,000 രൂപയായിരുന്നു പെൻഷൻ ഇനത്തിൽ അധികമായിട്ട് നൽകിയിരുന്നത്, അത് 2,500 ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. മറ്റു ബെനിഫിറ്റുകൾക്ക് പുറമെയാണ് ഇതൊക്കെ കേട്ടോ. അതായത് വർഷത്തിൽ 34 തവണ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണ്. ഇലക്ട്രിസിറ്റി, ഫോണ്, അക്കോമഡേഷൻ, വാഹനം തുടങ്ങിയ അഡീഷണൽ ഫ്രിഞ്ച് ബെനിഫിറ്റുകളൊക്കെ നിലവിൽ ഉണ്ട് താനും. അതിന് പുറമെയാണ് ഈ സാലറി ഹൈക്ക്. അതും ഏപ്രിൽ 2023 മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ടാണ് ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു MP ആയാലോ എന്ന്. എന്നാൽ കൂടുതൽ നല്ലത് കർണാടകയിൽ പോയി മുഖ്യമന്ത്രിയാകുകയാണ്. കർണാടകയിൽ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും MLA-മാരുടെയും സാലറി 100% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് 75,000 രൂപയായിരുന്നു ഇതിനു മുമ്പ് അവിടെ സാലറി എങ്കിൽ ഇപ്പോൾ 1,50,000 ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്.